രജിസ്റ്റർ മാരേജ് ആണ്, അറിയാലോ. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു ചടങ്ങാണ്, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നും ഇല്ല. ഫുഡ് ചെറിയൊരു പരിപാടി നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും. വളരെ ക്ലോസ്ഡ് ആയിട്ട് നടത്താനുള്ള കാരണം എന്തായിരുന്നു? ക്ലോസ്ഡ് ആയിട്ട് നടത്താമെന്ന് വെച്ചാൽ ആൾക്ക് ഇത് ജസ്റ്റ് രജിസ്റ്റർ മാരേജ് മാത്രം മതി എന്നായിരുന്നു ആളുടെ ഒരു തീരുമാനം. പക്ഷെ നമ്മൾ സുഹൃത്തുക്കളാണ് ചേർന്നിട്ട് കുറച്ച് പേരെങ്കിലും കൂടുതൽ വിളിച്ച് ഭക്ഷണം കൊടുക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഒന്നുമല്ല, ആൾക്ക് പണ്ട് അങ്ങനെ തന്നെയായിരുന്നു കൺസെപ്റ്റ്. ചെറിയ രീതിയിൽ ചെയ്താൽ മതി, നമ്മൾ കല്യാണത്തിന് വേണ്ടി വലിയൊരു ആഡംബരമാക്കി കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ചേട്ടത്തിയമ്മയെ നേരത്തെ പരിചയമൊക്കെ ഉണ്ടോ? ചേട്ടത്തിയമ്മയെന്ന് വെച്ചാൽ ഇവരുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയം തൊട്ടുള്ള പരിചയമുണ്ട്. എങ്ങനെയുണ്ട്? ആളടിപൊളിയല്ലേ. ഇന്നത്തെ മാരേജ് ഡേറ്റ് എന്ന് മുതലേ ഫിക്സ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു? മാരേജ് ഡേറ്റ് നമ്മൾ പെട്ടെന്നാണ് തീരുമാനിച്ചത്, വളരെ കുറച്ച് ദിവസം കൊണ്ടാണ്. ആള് പോലും വളരെ ലേറ്റ് ആയിട്ടാണ് അറിയണത്. നമ്മൾ ഫാമിലിയായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്, രണ്ട് ഫാമിലിയും ഇടപെട്ട് തീരുമാനിക്കുകയാണ് ചെയ്തത്. ബ്രോ, ചൊവ്വാഴ്ച ദിവസമായിട്ട് എന്തുകൊണ്ടാണ് കല്യാണം നടത്താൻ? ചൊവ്വാഴ്ച അങ്ങനെയല്ല, എന്നൊരു ഫ്രീ ടൈം കിട്ടിയത് ആൾക്ക്. ഇത് കഴിഞ്ഞ പിന്നെ ആൾക്ക് ഇൻഡിവിജ്വലായിട്ട് പണികൾ, രണ്ടുപേർക്കും രണ്ട് പ്രൊഫഷണൽ വർക്കുകളും തിരക്കുകളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലൊരു സമയം നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ നടത്തുന്നുള്ളൂ. അല്ലാതെ വ്യക്തമായിട്ടൊരു പ്ലാനിങ് ആയിട്ട് ചൊവ്വാഴ്ച നടത്തിയതാണ്? ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു പ്ലാന്. നമ്മൾ വീട്ടിൽ ഒരു ചെറിയ പരിപാടി വെച്ചിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു പ്ലാൻ. പിന്നെ കുറച്ച് പരിപാടി കൂടുതൽ വിളിച്ചിട്ട് നമ്മൾ അടുത്തുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു സാധനം നടന്നിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ റാപ്പറാണ് ഇന്നത്തെ ഫംഗ്ഷനിലെ ഗസ്റ്റ് കാര്യങ്ങൾ ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്? ഗസ്റ്റ് ഞാൻ പറഞ്ഞില്ല, വളരെ പേഴ്സണലായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ പേര് നോക്കേണ്ട ആവശ്യമില്ല. വേറെ ഒന്നുമില്ല. ഹാപ്പി അല്ല? എന്തായാലും ഹാപ്പി. നിങ്ങളിങ്ങനെ വന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നത് കാര്യങ്ങൾ ഹാപ്പി. ഞാനിത്രയും മീഡിയകളുടെ മുമ്പിൽ വരാത്തതുകൊണ്ടാണ് പേടിച്ച് നിന്നത്. പിന്നെ ആള് തന്ന ധൈര്യത്തിന്റെ പുറത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നിങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. ശരി, ഓക്കെ ബ്രോ, കാണാം. താങ്ക്സ് ബ്രോ. ഇല്ലില്ല, നമ്മൾ ഗ്രാൻഡ് എന്നുള്ള ആ വാക്കാനെ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആ പൈസ കൊണ്ട് എന്തോരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആളുടെ ഓൺ മണി നമുക്ക് വളരെ കുറവാണ്. നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആള് തന്നെ അതിന് നോയാണ്. നമ്മുടെ ആള് കാരണം ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ച ഒരാൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ അത് നമ്മളെ അറിഞ്ഞിട്ട് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി വേണം എന്നുള്ളൊരു സാധനം വരുമല്ലോ. ചടങ്ങ് എന്ന് പറഞ്ഞ ഒരു വാക്കില്ലേ. കല്യാണത്തിന് എന്ത് ചടങ്ങ്? പരസ്പരം സ്നേഹിക്കൽ തന്നെയല്ലേ കല്യാണത്തിന് ഏറ്റവും വലിയ ചടങ്ങ്. ഇനി വേറെ ചടങ്ങിന്റെ ആവശ്യമുണ്ടോ? നമുക്കൊരു ചടങ്ങില്ല. മധുരത്തിന് വേണ്ടി ഒരു കേക്ക് മുറിക്കും, അത്ര തന്നെ. എന്ത് മുഹൂർത്തം? മനുഷ്യന്മാരെന്ന് എപ്പോൾ ഒരുമിച്ച് ചേരാൻ തീരുമാനിച്ചാൽ അത് തന്നെ നല്ല മുഹൂർത്തം. അതിന് വേറെ മുഹൂർത്തമൊന്നുമില്ല. നമ്മൾ ഈ താങ്ക്സ് ബ്രോ. ഓക്കെ, സമയമില്ലാത്ത ഓക്കെ ഓക്കെ താങ്ക്സ്. ചേട്ടനൊക്കെ ഇപ്പോൾ എവിടെയാണ്? ചേട്ടനൊക്കെ എവിടെയാണ്? ഫാമിലി ഫംഗ്ഷൻ ഉണ്ടോ? ഫാമിലി ചെറിയ രീതിയിൽ ഓക്കെ.